സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയ വായ്പക്കാർക്കായി മലപ്പുറം ജില്ലയിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ അദാലത്ത് സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷനിലെ ആസൂത്രണ സമിതി ഹാളിൽ സംഘടിപ്പിച്ച അദാലത്ത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ സൗകര്യപ്രദമായ ഒരു അന്തരീക്ഷം വരെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് സൂചിപ്പിച്ചത്. ഇനി മാരക രോഗം ബാധിച്ചവർ, കിടപ്പ് രോഗികൾ, മാരക ബാധിച്ച കുടുംബങ്ങൾ, രോഗം ബാധിച്ചിട്ടുള്ള കുടുംബങ്ങൾ, അവർക്കെല്ലാം വേറൊരു സ്കീമാണ് ഉള്ളത്. അതിലുള്ളവരെയും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. അതിൽ 3 ലക്ഷം രൂപ വരെ വായ്പ എടുത്തുള്ളവർക്ക് പലിശയും പിഴപ്പലിശയും എല്ലാം ഒഴിവാക്കും. 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ളവർ പിഴപ്പലിശ ഒഴിവാക്കും, പലിശയുടെ 50% കുറയ്ക്കും. അതിൽ കൂടുതലുള്ളവർക്ക് പലിശയുടെ 40% കുറയ്ക്കും, പിഴപ്പലിശ ഒഴിവാക്കും. അപ്പോൾ ഇങ്ങനെയാണ് 2 സ്കീം. മൂന്നാമത്തെ സ്കീം മറ്റ് രോഗങ്ങളൊക്കെ ബാധിച്ചവർ. ഇപ്പം കോവിഡ് കാലത്ത് ഒത്തിരി പേരുടെ അടുത്തെന്ന് പറഞ്ഞു, കോവിഡ് കാലത്ത് ഇവിടുന്ന് പൈസ എടുത്ത് ബിസിനസ് തുടങ്ങിയവരാണ്. ആ തുടങ്ങിയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കോവിഡായപ്പോൾ വരുമാനം ഇല്ലാതായി. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ, രോഗം ബാധിച്ചിട്ടുള്ളവർ, ചില പ്രത്യേക സാഹചര്യങ്ങളുള്ള, ഇപ്പോൾ കോഴി വളർത്തുന്ന കോഴിയെല്ലാം ചത്തുപോയി, എന്ത് ചെയ്യും? അങ്ങനെയുള്ള കേസുകൾ വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാനത് കൂടെ വായിക്കുന്നില്ല, സമയക്കുറവുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ആനുകൂല്യം ചെയ്ത് കൊടുക്കും. പിഴപ്പലിശയൊക്കെ ഒഴിവാക്കും, അതുപോലെ തന്നെ ഒരു 50% പലിശയൊക്കെ ഒഴിവാക്കും. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനെ പരമാവധി സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ മഹാഭൂരിപക്ഷം പേരും സന്തോഷമായിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഈ നിയമം അനുസരിച്ച് ഗവൺമെൻറ് തന്ന ഈ ആനുകൂല്യം മാർച്ച് മാസം 31 തീയതി വരെയാണുള്ളത്. അത് ഉപയോഗപ്പെടുത്താൻ എല്ലാം വിശദമായി ഉദ്യോഗസ്ഥന്മാർ നിന്ന് പറഞ്ഞു തരും. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ സി അബ്ദുൽ മുജീബ് അധ്യക്ഷനായി. അദാലത്തിലൂടെ 2.9 കോടിയുടെ കുടിശ്ശിക തീർപ്പാക്കിയതായും ഇളവുകളായി 32 ലക്ഷം രൂപയും അനുവദിച്ചതായും ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് അറിയിച്ചു. അദാലത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന അപേക്ഷകൾക്ക് കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നതിന് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുമെന്നും അറിയിച്ചു. സ്വയം തൊഴിൽ, വിദ്യാഭ്യാസ, ഭവന, കാർഷിക വായ്പകളാണ് അദാലത്തിൽ പരിഗണിച്ചത്. 150 ഗുണഭോക്താക്കൾ പങ്കെടുത്തു. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ഡയറക്ടർ അഡ്വക്കേറ്റ് മാജിദ അബ്ദുൽ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി. മാനേജിംഗ് ഡയറക്ടർ സി അബ്ദുൽ മുജീബ്, ജനറൽ മാനേജർ ബി ജയചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.